അസ്സലാമു അലൈക്കും പ്രിയമുള്ളവരെ, നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പോസ്റ്റർ ഇന്നലെ ഒരു ഉസ്താദ് എനിക്ക് അയച്ചു തന്നാണ്. ആ ഉസ്താദുമായിട്ട് നല്ല ബന്ധമാണ്, എൻ്റെ സുഹൃത്തുമാണ്. ഈ പോസ്റ്ററിലുള്ളത് നൂറെ ഹബീബെ സയ്യിദ് ഹാമിദ് ആറ്റക്കോയ തങ്ങളുടെ ഇജാസിയത്ത് പ്രകാരം. അപ്പോൾ നൂറെ ഹബീബ് ഹാമിദ് ആറ്റക്കോയയുടെ ഇജാസിയത്ത് പ്രകാരം അന്യനൊരു ബിസിനസ് തുടങ്ങിയിരിക്കുകയാണ്. ഈ ആത്മീയ ചൂഷണത്തിൻ്റെ ബിസിനസ് തുടങ്ങിയിരിക്കുകയാണ് എന്നുള്ളതാണ്. തിങ്കളാഴ്ച കൊടുവള്ളിയിലാണ് തുടങ്ങുന്നത്. ബുക്കിംഗ് നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ബുക്കിംഗ് നമ്പർ ഞാനത് മായ്ച്ചു കളഞ്ഞു. ഞാൻ കാണിച്ചിട്ട് നിങ്ങൾ ആരോ ബുക്ക് ചെയ്യണ്ട. കാരണം എന്താ അറിയോ, അത് ആത്മീയ ചൂഷണമാണ്, ബിസിനസ്സാണ്. അതിന് നിങ്ങൾ വേറെ എവിടെയെങ്കിലും നമ്പർ കണ്ടുപിടിച്ചോളി. അതിൻ്റെ ചുവട്ടിൽ കൊടുത്തിട്ടുള്ളത് അനുജൻ എന്ന് അയാളുടെ ഷർട്ടിൻ്റെ മുകളിൽ കാണിച്ചിട്ടുണ്ട്. പിന്നെ സയ്യിദ് ഷാഹിദ് ആറ്റക്കോയ തങ്ങൾ. മുസ്തഫ തങ്ങൾക്ക് പകരം ഇപ്പോൾ മൂപ്പര് കൊണ്ടു കിടക്കുന്നത് ഷാഹിദ് ആറ്റക്കോയ എന്ന് പറയുന്നൊരു ആറ്റക്കോയനെയാണ്. തങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നവർ മുൻകൂട്ടി ബുക്ക് ചെയ്യുക. ഇതേതാ തങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായോ? ആ മോത്തടക്കം ശുഹദാക്കളുള്ള ആ സാധനമാണ്. തങ്ങൾ നമ്പർ എന്ന് പറഞ്ഞിട്ടൊരു നമ്പറും കൊടുത്തിട്ടുണ്ട്. അതും ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി മായ്ച്ചു കളഞ്ഞിട്ടുണ്ട്. അത് ഹൈഡ് ചെയ്തിട്ടുണ്ട്. എൻ്റെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് ആ നമ്പർ കിട്ടൂല. അത് മറ്റൊന്നുമല്ല, നിങ്ങൾ എവിടെയെങ്കിലും പോയിട്ട് കണ്ടുപിടിച്ചോളും. നമ്മളിതുവരെ കാണിച്ചത് ഒരു പുതിയൊരു ബിസിനസ് സംരംഭം കൂടിയും ഇവർ തുടങ്ങിയിട്ടുണ്ട് എന്നറിയിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇവർ തന്നെ ഇവർക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു പോസ്റ്റർ ഉണ്ടാക്കി. അതൊരു ക്വാളിറ്റി ഇല്ലാത്ത പോസ്റ്ററാണ്. ഇത് കാണുന്നുണ്ടെങ്കിൽ മുത്തുമണികൾ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ, അപ്പോൾ മുത്തുമണികളെ ഇപ്പോൾ ചെയ്തിട്ടുള്ള പോസ്റ്റർ ഇത് ഒരു ക്വാളിറ്റി ഇല്ലാത്ത പോസ്റ്ററാണ്. ഒരു സോഷ്യൽ മീഡിയ പോസ്റ്ററിൻ്റെ ക്വാളിറ്റി ഒന്നും അതിനില്ല. തങ്ങളെടുത്ത് നല്ലൊരു ഡിസൈനറെയൊക്കെ ഒന്ന് വെക്കാൻ പറയാം. ഇനി പറയുവാനുള്ളത് അവരുടെ ഒരു സെൽഫ് പ്രൊമോഷനാണിത്. SP കോയ എന്ന് നമ്മൾ നേരത്തെ പറയാറുണ്ടല്ലോ, സ്വയം പൊങ്ങിയാണ്. സ്വയം പ്രൊമോഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു തങ്ങളുടെ ഒരു സംരംഭമാണ്. പുതിയൊരു ബിസിനസ് സംരംഭം തുടങ്ങുന്ന ആ ഒരു പരസ്യമാണ്. ഇനി ഇവരുടെ നിലവിലുള്ള കാര്യങ്ങൾ അതും പ്രൊമോട്ട് ചെയ്യുന്നതും അത് മാർക്കറ്റിംഗ് ചെയ്യുന്നതും ഇവർ തന്നെയാണ്. നിങ്ങളൊന്ന് കേട്ടോ കാണി. തങ്ങളുപ്പാ, ഞാൻ അൻഷിദ റാഷിദ്, ഞാൻ കോഴിക്കോടാണ് എന്റെ സ്ഥലം. അതെങ്ങനെ തന്നെയാണ് അവിടെ എഴുതിയിട്ടുള്ളത്. എന്റെ ഉപ്പ 40 കൊല്ലമായി കല്ല് കൂടി തുടങ്ങിയിട്ട് പഠിച്ചവനെ തങ്ങളുപ്പാനെ മൊയ്സിൽ നികത്തി വെച്ചു. ഇപ്പൊ അൽഹംദുലില്ലാഹ് 40 കൊല്ലം കുടിച്ചിരുന്ന എന്റെ ഉപ്പ ഈ മജ്‌ലിസിൽ നെയ്യത്തി വെച്ചിട്ട് കുടി നിർത്തി ഉംറക്ക് പോയി. ഇത് നിസ്കരിക്കാൻ നിങ്ങൾ ഇതൊക്കെ കേൾക്കുമ്പോ യജ്ജാതി കരച്ചിലേ. ഇതൊക്കെ എവിടുന്നാ പഠിച്ചത്? ഇത് വല്ല ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പഠിച്ചതാണോ ആറ്റേ അല്ലേ? ഇവിടെ ഒരു അൻഷിദ റഷീദ് കോഴിക്കോട്ട് നിന്നാണ് മെസ്സേജ് ചെയ്യണത്. 34 ഉപ്പ 40 കൊല്ലമായിട്ട് കള്ളുടിക്കാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ 40 കൊല്ലമായിട്ട് കള്ളുടിക്കുന്ന അൻഷിദയുടെ ഉപ്പ ഇയാളുടെ മജ്‌ലിസിക്ക് നിയ്യത്ത് വെച്ചപ്പോൾ കള്ളുടി നിർത്തിയെന്നാണ് പറഞ്ഞത്. അള്ളാനെ പേടിയില്ലാത്ത, അള്ളാൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളെ ഒരു വിലയും കൽപ്പിക്കാതെ തള്ളിക്കളഞ്ഞിട്ട് 40 വർഷമായിക്കൊണ്ട് കള്ളു കുടിച്ചിരുന്ന അങ്ങനെയുള്ള ഒരാള് പിന്നീട് ഈ മജ്‌ലിസിക്ക് നേർച്ചയാക്കിയപ്പോൾ കള്ളുടി സട്ടം ബ്രേക്ക് ഇട്ടമാരി ഒറ്റയടിക്ക് നിന്നു എന്നാണ് ഇപ്പോൾ മൂപ്പര് പറഞ്ഞത്. അതിന് മൂപ്പര് കരയണ കരച്ചിൽ, മൂപ്പര് അമ്മ മരിച്ചിട്ടും കൂടി ഇങ്ങനെ കരഞ്ഞിട്ടുണ്ടാവില്ല. ബാക്കി പറയേ. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. നമ്മളെ വിളിക്കുന്ന മഹാന്മാർ നമ്മളെ വീട്ടിൽ വരുന്നുണ്ട്. 40 കൊല്ലം നൂറെ ഹബീബിന്റെ മുത്തുമണികളും പാപങ്ങളാ. അവർക്ക് സന്തോഷം നൽകണയല്ല. ആ കുടുംബം എത്ര സന്തോഷത്തിലാ. 40 കൊല്ലം കല്ലുകുടിച്ച് തെമ്മാടിയായി നടന്ന വാപ്പ നന്നായി ഉംറക്ക് പോയി നിസ്കരിക്കാനും പാടെ ദ്വാരിക്കണേ അല്ലാഹുവേ. മനസ്സിലായില്ലേ? ഇയാൾ എന്തിനായി കരയണത്? ഇത് അഭിനയമല്ല എന്നും കൂടി ആ വീഡിയോയിൽ അയാളെ എഴുതി വെക്കേണ്ടായിരുന്നില്ലേ അല്ലേ? ഒരു പെണ്ണ് അല്ലെങ്കിൽ ഒരു സ്ത്രീ വിളിച്ചിട്ട് നിങ്ങളുടെ മജ്‌ലിസിക്ക് എന്നാ പിന്നെ ആ സ്ത്രീ അല്ലേ ഇത് പറയേണ്ടത്? അപ്പോൾ ഇതുപോലെയുള്ള സെൽഫ് പ്രൊമോഷനുമായിട്ട് നടക്കുന്ന ആളുകളാണ്, അല്ലെങ്കിൽ മാർക്കറ്റിങ്ങുമായിട്ട് നടക്കുന്ന ആളുകളാണ് ഇപ്പോൾ പുതിയ ഒരു ബിസിനസ് സംരംഭം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വല്ല ഹൈപ്പർ മാർക്കറ്റോ സൂപ്പർ മാർക്കറ്റോ ചെരുപ്പ് കടയോ ഫുട്വെയറേ ഒന്നും അല്ല. അതൊരു ആത്മീയ ചൂഷണ കേന്ദ്രമാണ്. അതിൻ്റെ അഡ്വർടൈസുമായിട്ട് ഇറങ്ങിയിട്ടുള്ളത് എന്നുള്ള. ഇനി SP ഇത് സ്വയം പ്രൊമോഷൻ ഒന്നും കൂടി നമുക്ക് കാണാം. കണ്ടോക്കാ നിങ്ങൾ. സലാത്തുൽ ഫാത്തിഹിന്റെ കറാമത്താണ്. ഇന്നൊരു കറാമത്ത് സലാത്തുൽ ഫാത്തിഹിന്റെ ബർക്കത്ത് കേൾക്കണം. അടക്കത്തോടെ ഞങ്ങളെ എന്റെ അളിയനെ സൗദിയിലാണ് പോയിട്ട് 3 വർഷമായി. നാട്ടിലേക്ക് വരാൻ കഴിയുന്നില്ല. അറബിയാണെങ്കിൽ വിസാരിച്ച് കൊടുക്കുന്നില്ല. ഒരുപാട് വിഷമത്തിലായി. സുബ്ഹാനല്ലാഹ്, ഞാൻ എന്റെ താത്താനോട് പറഞ്ഞു, താത്താ
സ്വലാത്തിൽ ഫാത്തിഹിന്റെ മജ്‌ലിസിന്റെ സുബ്ഹി നിസ്കാരം കഴിഞ്ഞിട്ട് അത് കണ്ടോ താത്ത, സുബ്ഹാനല്ലാഹ്, എന്റെ താത്ത മജ്‌ലിസിൽ ഇരിക്കാൻ തുടങ്ങി. അവിടെ അള്ളാഹുവിന്റെ റഹ്മത്ത് ഇറക്കി കൊടുത്തത് എങ്ങനെയാണെന്നറിയോ? ആ സഹോദരനെ വിസ അടിച്ചു കൊടുത്തു. അത് മാത്രമല്ല, ലീവ് കൊടുത്തിട്ട് നാട്ടിൽ പോയിട്ട് ആ മോനെ എന്നും അറബി പറഞ്ഞു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അത് മറ്റൊരു തള്ള്. എത്രയോ ആളുകൾ സൗദിയിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ മറ്റു രാഷ്ട്രങ്ങളിലേക്ക്, വിദേശ രാഷ്ട്രങ്ങളിലേക്കൊക്കെ പോകുന്നു. അവർക്ക് അവിടെ പല പ്രശ്നങ്ങൾ കാരണം ട്രാവൽ ബാനോ അല്ലെങ്കിൽ ഉറൂബാവുകയോ അതുമല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ കൊണ്ട് അവിടെ തങ്ങിക്കിടക്കാറുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് ഇനിയിപ്പോൾ വിസ അടിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ നേരെ തർഹീലിൽ പോവുക. അവിടെ പോവുക. ഡീപ്പോർട്ടേഷൻ സെല്ലാണ്. അവിടെ പോയി കഴിഞ്ഞാൽ ഒരു കയറ്റി വിടും. പിന്നെ അവിടെ പോകാൻ പറ്റില്ല എന്നുള്ള. പിന്നെ അവിടെ തന്നെ നിന്നിട്ട് വിസ അടിക്കുക, തനാസിൽ മാറുക, അങ്ങനത്തെ കുറേ ആളുകളുണ്ട്. ഫണ്ട് കയ്യിലുണ്ടോ, പണം കയ്യിലുണ്ടോ എന്ന് GCC രാഷ്ട്രത്തിൽ എവിടെ എന്തും നടക്കും. അതിനൊരു ചിട്ടവട്ടങ്ങളുണ്ട്. അപ്പോൾ ഞാനത് നിയമവിരുദ്ധമായിട്ടുള്ള കാര്യമൊന്നും പറയല്ല, നിയമപരമായിട്ട് തന്നെ നടത്താൻ കഴിയും എന്നുള്ളതാണ്. ഓക്കെ, അതല്ല നമ്മളുടെ വിഷയം. അതിന് വേണ്ടിയിട്ട് ഈ സലാത്തുൽ ഫാത്തിഹയ്ക്ക് എന്താ ചെയ്യാൻ പറ്റുക? എന്താ ചെയ്യാൻ പറ്റുക? ആറ്റക്കോയെ എന്ത് ആറ്റക്കോയ? അപ്പോൾ ഇതുപോലെയുള്ള സ്വയം പൊങ്ങലുമായിട്ട് ആറ്റങ്ങനെ ഇറങ്ങിക്കാണ്. പ്രിയമുള്ളവരെ, ഞാനിങ്ങനെ ചില വീഡിയോ സൈഡിൽ കാണിക്കുമ്പോൾ ഇതിങ്ങനെ വലിയ വീഡിയോകൾ ഇതുണ്ടോ, ഇതുപോലെയുള്ള വലിയ വീഡിയോകളാണ്. അപ്പോൾ ചില ആളുകൾ എൻ്റെ ഒന്ന് കുറച്ചിട്ട് ഇത് ഞാനൊന്ന് ചെറുതാക്കിയിട്ട് വീഡിയോ കൂട്ടാൻ കഴിയില്ല. അത് നമ്മൾ വീഡിയോ കൂട്ടുമ്പോൾ അതിനനുസരിച്ച് വീഡിയോ കട്ടായി പോകും. അപ്പോൾ അത് അതിൻ്റെ ടെക്നിക്കൽ പരമായിട്ടുള്ളൊരു കാര്യമാണ്. മറ്റൊരു കാര്യം പറയാനുള്ളത്, ഞാനിതിൻ്റെ ഒപ്പം ഇങ്ങനെ തല ആട്ടാറുണ്ട് എന്നുള്ളതാണ്. എനിക്ക് വേറെ പണിയൊന്നുമില്ല എന്ന് ചോദിക്കും. എനിക്ക് പണിയുണ്ട്. എൻ്റെ മക്കളെ പോറ്റുവാൻ ഞാൻ ചെറിയ ജോലികളൊക്കെ ചെയ്യുന്ന ആളാണ്. മണ്ണാർക്കാട് സ്ഥാപനത്തിൽ ചില ദിവസങ്ങളിലൊക്കെ ഞാൻ ജോലിക്ക് നിൽക്കാറുണ്ട്. അതുപോലെ തന്നെ എനിക്കറിയുന്ന എൻ്റെ ഒരു തൊഴിൽ അതും ഞാൻ ചെയ്യാറുണ്ട്. പിന്നെ ഇത് പറയുന്നത് ഇതിന്ന് കുറേ സമ്പാദിക്കാനൊന്നുമല്ല. എൻ്റെ ബാങ്ക് ബാലൻസും ഡീറ്റെയിലും എന്നെ നേരിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഉപജീവന മാർഗത്തിന് വേണ്ടിയിട്ട് ജോലിക്കൊക്കെ പോണ ആൾ തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ കമൻറ്റ് ചെയ്യുമ്പോൾ ആളുകളെടുത്ത് വേറെ പണിയൊന്നുമില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്നാണ് പറയാറുള്ളത്. അതുകൊണ്ട് കൂടിയാണത് പറഞ്ഞത്. അപ്പോൾ പണിയൊന്നുമില്ലേന്ന് ചോദിക്കണ്ട. എനിക്ക് എത്ര പണിയുണ്ടെങ്കിലും ഞാൻ വീഡിയോ ചെയ്യും. ഇനി ഒരു പണിയില്ലെങ്കിലും വീഡിയോ ചെയ്യും. അപ്പോൾ വീഡിയോ സമ്പാദിക്കുവാൻ വേണ്ടിയിട്ടല്ല ചെയ്യുന്നത്. ഇതിൽ നിന്ന് വലുതായിട്ടൊന്നും ഞാൻ ഉണ്ടാക്കുന്നുമില്ല. ഇതിൻ്റെ ചിലവുകൾ തന്നെ നല്ലൊരു ചിലവുകൾ ഇതിന് വരുന്നുണ്ട്. ആ ഒരു ലെവലിൽ കൂടിയൊക്കെ പോവുകയാണ്. അത് പല ആളുകളും കമൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എല്ലാ കമൻറ്റുകളും കാണാറുണ്ട്. എല്ലാ കമൻറ്റും കാണും. എല്ലാ കമൻറ്റിനും മറുപടി പറയാൻ കഴിയില്ല. കാര്യം പുതിയൊരു ചാനൽ കൂടി തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ നാലാമത്തെ ചാനലാണ്. ഒരു ചാനൽ ആദ്യം തുടങ്ങിയ മൻസൂർ മണ്ണാർക്കാട് എന്ന ചാനൽ ചില സ്ട്രൈക്കുകൾ കാരണം നമ്മൾ വീഡിയോ ചെയ്യുന്നില്ല. അപ്പോൾ റിയാക്റ്റിംഗ് വീഡിയോസ് എന്ന ചാനൽ, അതിൽ ഇസ്ലാമിക വിഷയങ്ങൾ തന്നെ പറഞ്ഞുകൊണ്ടൊരു ചാനൽ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ വീഡിയോ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാ, അത്രേ ഉള്ളൂ. അതുപോലെ ട്രൂത്ത് ആൻഡ് വിത്ത് എന്ന ഈ ഒരു ചാനൽ, ഈ ചാനലിൻ്റെ പേര് മാറ്റണം എന്ന് പല ആളുകളും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. എന്താണ് ഈ ട്രൂത്ത് ആൻഡ് വിത്ത് എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സത്യവും മിഥ്യയും എന്ന് തന്നെയാണ് ട്രൂത്ത് ആൻഡ് വിത്ത് എന്നതിൻ്റെ അർത്ഥം എനിക്കും അറിയുള്ളൂ. ഇനി അത് മാറ്റണമെങ്കിൽ നല്ലൊരു പേര് കണ്ടാൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഈ ചാനലിന് പറ്റിയൊരു പേരുണ്ടെങ്കിൽ അറിയിക്കുക. നമുക്കത് പരിഗണിക്കാം, നല്ല പേരുകളാണെങ്കിൽ. അതുപോലെ തന്നെ ഇപ്പോൾ പുതിയതായിട്ട് മൻസൂർ മണ്ണാർക്കാട് എന്ന പേരിൽ തന്നെ ഒരു ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അത് ആനുകാലിക വിഷയങ്ങൾ പറയുവാനാണ്. അതിൽ ഇസ്ലാമിക്കായിട്ടുള്ള കാര്യങ്ങളെക്കാൾ കൂടുതൽ ആ ഒരു സാമൂഹിക തിന്മകളായിക്കൊണ്ടും സമൂഹത്തിൽ വളർന്നു വരുന്ന ചില കാര്യങ്ങളും അതോടൊപ്പം കുറച്ച് രാഷ്ട്രീയവും ഒക്കെ ചേർത്തുകൊണ്ടുള്ള ഒരു ചാനലാണ്. മൻസൂർ മണ്ണാർക്കാട് എന്ന പേരിലാണ് ചാനലുള്ളത്. ഒരു പക്ഷേ നിങ്ങൾക്ക് മൻസൂർ മണ്ണാർക്കാട് എന്ന് അടിച്ചു കഴിഞ്ഞാൽ പഴയ ചാനലാണ് കിട്ടുക. ഇൻഷാ അല്ലാ ഞാനിതിൻ്റെ ഫസ്റ്റ് കമൻറ്റിൽ ആ ചാനലിലെ ഒരു വീഡിയോ ഇവിടെ കമൻറ്റിലിടാം. ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഒരു വീഡിയോ ലിങ്ക് ചെയ്യാം. നിങ്ങൾ ചാനലൊന്ന് തുറന്നു നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് പറയുന്നത് കുറേ ആളുകൾ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാവാൻ വേണ്ടിയിട്ടൊന്നുമല്ല. ഒരു പക്ഷേ എൻ്റെ ഈ ചാനലിലുള്ള സബ്സ്ക്രൈബേഴ്സിൻ്റെ 100% പോലും ആ ചാനലിലില്ല. എന്നാൽ ഇതിനേക്കാൾ കൂടുതൽ വ്യൂവേഴ്സ് അതിലുണ്ട്. അത് യൂട്യൂബിൻ്റെ ഒരു അൽഗോരിതമാണ്. പുതിയ ചാനലുകളെ യൂട്യൂബ് ഒന്ന് പ്രൊമോട്ട് ചെയ്യും, അതിൻ്റെ ഭാഗമാണ്. അപ്പോൾ ആ ചാനലിൽ വരുന്ന വിഷയങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ
അത് നമുക്കുള്ള പിന്തുണയായിട്ട് നിങ്ങൾക്കതിൽ നല്ല അഭിപ്രായങ്ങൾ നൽകാം, അത് സബ്സ്ക്രൈബ് ചെയ്യാം, അതുപോലെ തന്നെ ഒരു പ്രചോദനമായിക്കൊണ്ട് ലൈക്കൊക്കെ ചെയ്യാം. നിങ്ങൾ ലൈക്ക് ചെയ്താലോ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താലോ നിങ്ങൾ കമൻ്റ് ഇട്ടാലൊന്നും എനിക്ക് പൈസ കിട്ടൂല. അത് കരുതിയിട്ട് നിങ്ങൾ ഇടാണ്ടിരിക്കണ്ട. നിങ്ങൾ കണ്ടാൽ ആ കാണുന്ന വീഡിയോയിൽ പരസ്യം വരുന്നുണ്ടെങ്കിൽ അത് ഏണിംഗ് ആണ്. ആ ഏണിംഗ് എന്ന് പറഞ്ഞാൽ എൻ്റെത് റിയാക്റ്റിംഗ് വീഡിയോ ആണ്. എൻ്റെ പ്രത്യേകമായിട്ടുള്ളൊരു എഡിറ്റിംഗ് ഒന്നും ഇതിൽ നടത്തുന്നില്ല. നമ്മൾ ചെയ്യുന്ന വീഡിയോയിൽ ചെറുതായിട്ട് മറ്റുള്ളവരുടെ വീഡിയോ ആണ് ഉൾപ്പെടുത്തുന്നത്. അതിനൊരു പരിധിയുണ്ട്. നമ്മളുടെ സ്വന്തം ക്രിയേഷൻ അല്ല ഞാൻ ചെയ്യുന്നത്. സ്വന്തം ക്രിയേറ്റിവിറ്റി ഉള്ളവർക്ക് മാത്രമാണ് ഇതിൽ നിന്ന് ലക്ഷങ്ങൾ വാരാൻ കഴിയുക. നമുക്ക് ആ ഒരു ഉദ്ദേശമൊന്നുമില്ല. പറയുന്ന കാര്യങ്ങൾ നമുക്ക് കഴിയുന്ന കാലത്തോളം പറയുക എന്നുള്ളതാണ്. ഇൻഷാ അല്ലാഹ് അത് പറഞ്ഞുകൊണ്ടേയിരിക്കും. ഞാൻ മനസ്സിലാക്കിയ സത്യങ്ങൾ അത് ഒരു പക്ഷേ മുഴുവൻ സത്യമായിക്കൊള്ളുന്നില്ല, ഞാൻ അങ്ങനെ വാദിക്കുന്നുമില്ല, അതാണ് സത്യം എന്ന് പറയുന്നില്ല. എന്നാൽ പരിശുദ്ധ ഖുർആൻ സ്വഹീഹ് ഹദീസ് അത് അടിസ്ഥാനമാക്കി പറയുന്നത് ഞാൻ മനസ്സിലാക്കിയ എൻ്റെ മനസ്സാക്ഷിക്ക് സത്യമെന്ന് തോന്നുന്ന കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എൻ്റെ അഭിപ്രായങ്ങളാണ്. ഭരണഘടന നമുക്ക് നൽകുന്ന ആ ഒരു അഭിപ്രായ സ്വാതന്ത്ര്യം എന്നുള്ള ആ ഒരു അവകാശത്തിൽ നിന്നുകൊണ്ട് മാത്രമാണ് നമ്മൾ സംസാരിക്കുന്നത്. ആരുടെയും സ്വകാര്യതയിലേക്ക് എത്തി നോക്കുവാനോ കടന്നു കയറുവാനോ ഉദ്ദേശിച്ചിട്ടില്ല. ഇൻഷാ അല്ലാഹ് തുടർന്നും വീഡിയോകളുമായിട്ട് നിങ്ങൾക്കിടയിൽ ഉണ്ടാവണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം എന്ന് മാത്രം അറിയിച്ചുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഈ ഉള്ളവനെയും ഉൾപ്പെടുത്തണേ എന്ന് അറിയിച്ചുകൊണ്ട് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. സൈനിങ് ഔട്ട്, മൻസൂർ മണ്ണാർക്കാട്.